ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു സ്മൂത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ സ്മൂത്തി തയ്യാറാക്കാനായി ഞാനിവിടെ 2 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ധാരാളം പോഷക ഗുണങ്ങളടങ്ങിയ നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ് ഈന്തപ്പഴം. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സ്മൂത്തിയിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരമായാണ് ഈന്തപ്പഴം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ക്യാരറ്റ്. ക്യാരറ്റ് ഞാനിവിടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. കൊഴുപ്പില്ലാത്ത നല്ലൊരു പച്ചക്കറി കൂടിയാണ് ക്യാരറ്റ്. മാത്രമല്ല വൈറ്റമിൻസും മിനറൽസും ഫൈബറുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ക്യാരറ്റ്. അതുകൊണ്ട് തന്നെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ ക്യാരറ്റ് ഉൾപ്പെടുത്താം. ക്യാരറ്റിലുള്ള ഹൈ ഫൈബർ കണ്ടൻ്റാണ് ഷുഗർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ബീട്രൂട്ട്. തടിയും വയറും കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബീട്രൂട്ട് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നത്. ബീട്രൂട്ട് ജ്യൂസായോ അല്ലാതെയോ കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. മാത്രമല്ല സ്കിന്നിന് വളരെ നല്ലതാണ് ബീട്രൂട്ട്. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ബീട്രൂട്ടിൽ 35 കലോറി മാത്രമാണുള്ളത്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിനും ബീട്രൂട്ട് വളരെ നല്ലതാണ്. ദിവസവും ബീട്രൂട്ട് കഴിക്കുന്നത് വഴി സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ മറ്റ് പച്ചക്കറികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീട്രൂട്ടിൽ കാർബോഹൈഡ്രേറ്റ് കുറവായതിനാൽ ഇത് പ്രമേഹമുള്ളവർക്കും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു റൂട്ട് വെജിറ്റബിൾ കൂടിയാണ്. കൂടാതെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു പച്ചക്കറി കൂടിയാണ് ബീട്രൂട്ട്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് പോമോഗ്രാനൈറ്റ് എന്ന് പറയുന്ന അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങ. നിരവധി പോഷക ഗുണങ്ങളടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ് അനാർ, അതായത് മാതള നാരങ്ങ. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയൊക്കെ ഇതിൽ കാണപ്പെടുന്നു. കൂടാതെ ഫൈബറുമുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയ്റ്റ് ലോസിനും ഷുഗർ ഉള്ളവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണിത്. ഇതുമാത്രമല്ല രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ് മാതള നാരങ്ങ. കൂടാതെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 54 ആയതിനാൽ ഷുഗറുള്ളവർക്ക് കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ. അതുകൊണ്ട് ഈ സ്മൂത്തിയിൽ നിങ്ങൾക്ക് മാതള നാരങ്ങ ഉപയോഗിക്കാം, ഷുഗർ ഉള്ളവർക്ക് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ തോല് കളഞ്ഞെടുക്കുക. ഞാനിവിടെ തൊലി കളഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഒരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. ഇത് അരിച്ചെടുക്കണ്ട, സ്മൂത്തി അല്ലേ, അതുകൊണ്ട് അരിച്ചെടുക്കണ്ട. ഇങ്ങനെ ഒരു സ്മൂത്തി നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായി കഴിക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാവുന്ന സ്മൂത്തിയാണിത്. കൂടാതെ നിങ്ങൾക്ക് ക്ഷീണം, തലക്കറക്കം എന്നീ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലൊരു സ്മൂത്തി തയ്യാറാക്കി കഴിച്ചാൽ മതി. കാരണം ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസിലും അയൺ ധാരാളമായി കാണപ്പെടുന്നു. പിന്നെ ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടില്ല. പിന്നെ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് വണ്ണവും വയറും കുറയ്ക്കാൻ സാധിക്കുന്നില്ല, കൊളസ്ട്രോൾ കുറയുന്നില്ല, അതുപോലെ തന്നെ ഷുഗർ ഹൈ ലെവലാണ് നിൽക്കുന്നത്, ഒട്ടും താഴെ വരുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊരു സ്മൂത്തി ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലൊരു സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റിന് പകരമായി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്